കൊച്ചി വെണ്ണലയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട കേസിലെ പ്രദീപ് എന്ന് പറയുന്ന ആളെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇദ്ദേഹം അമ്മ മരിച്ചതിന് ശേഷം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിടുകയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെയുള്ള കണ്ടു നിന്നവരൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ 6:30 ഈ മൃതദേഹം മറവ് ചെയ്യാനായി പ്രതി കുഴിയെടുക്കുന്നതിനിടെ അയൽവാസികളായ ചിലർ കണ്ട് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറെ വിവരം അറിയിക്കുകയും അതിനുശേഷം കൗൺസിലർ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി നോക്കിയപ്പോഴാണ് മൃതദേഹം പകുതി കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇവിടെ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ആ കേസിലെ പ്രദീപാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം മാനസിക അസ്വസ്ഥതയുള്ള പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം. അപ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൗൺസിലറുടെ വാക്കുകളും കൂടി ഒന്ന് കേൾക്കാം കേട്ടോ. ഇന്ന് രാവിലെ ഒരു 6:50 ആയപ്പോഴാണ് സൂര്യ റെസിഡൻസിൻ്റെ പ്രസിഡൻറ്റ് അജിത് കുമാർ എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ നെടിയാറ്റിൽ അല്ലി ചേച്ചിയുടെ മകൻ പ്രദീപ് മുറ്റത്തൊരു കുഴിയെടുത്തു, കുഴി മൂടുന്നതായിട്ടൊക്കെ അയൽവാസികൾ കണ്ടു. അപ്പോൾ എന്തോ ഒരു സംഭവമുണ്ട്, ആ സ്ത്രീ അതിനകത്ത് മൂടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും എന്തായാലും നമുക്ക് പോലീസിൽ അറിയിക്കാം, ആൾ മരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസിൽ അറിയിച്ച് പോലീസുകാർ ഉടൻ തന്നെ എത്തി. പോലീസുകാർ വന്നതിന് ശേഷം അയൽവാസികളും കൂടെ കൂടിയിട്ട് ഇയാളെ കൊണ്ട് ഇയാൾ തന്നെത്താനാണ്, പ്രദീപ് തന്നെത്താനാണ് മണ്ണിൽ നിന്നും കൂടിയെടുത്തത്. പ്രദീപിൻ്റെ ഭാര്യ മായ BSNL കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടി ഒരു 3 മാസം മുമ്പ് പിണങ്ങി. മായയും മായയുടെ മൂത്ത മകനും ഇവിടുന്ന് പിണങ്ങി മാറിയാണ് താമസിക്കുന്നത്. പിന്നെ പ്രദീപിൻ്റെ ഒപ്പം ഇളയ മോനുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇന്നലെ രാത്രി ഇളയ മോനുണ്ടായിരുന്നില്ല. അമ്മയും മകനും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ പ്രദീപ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്, ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയൊന്നും അറിയില്ല. പരിസരവാസികളുമായിട്ടും അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. പുള്ളി മദ്യപിച്ച് കഴിഞ്ഞാൽ വയലൻ്റ് ആവും, അത് കാരണം അവരുമായിട്ട് അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. മാഡം ഇവിടെ വന്നപ്പോൾ എന്താണ് കാണാൻ കഴിഞ്ഞത്? രാവിലെ ഇവിടെ വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. അപ്പം ഈ ചേച്ചിയെ അകത്ത് മുറ്റത്തായിട്ട് കിടത്തിയിരിക്കുകയാണ്, മറിച്ചിട്ടുണ്ട്. പിന്നെ പ്രദീപിൻ്റെ സഹോദരി എത്തിയിട്ടുണ്ട്, ഒരു സഹോദരിയാണുള്ളത്, സഹോദരി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇളയ മകനും ഉണ്ടായിരുന്നു ഇവിടെ. അല്ല, ബോഡി ഇദ്ദേഹം വീടിന് മുൻപിൽ തന്നെ മറവ് ചെയ്തു എന്നൊക്കെയാണല്ലോ അയൽവാസികളാണ് ആൾക്കാർ പറയുന്നത്. ആ സമയത്ത് പറഞ്ഞത് മുൻവശത്ത് കുഴിയെടുത്തിട്ട് ചെറിയൊരു കുഴിയെടുത്തിട്ട് അതേ ഡെപ്തില്ല, ആ കുഴിയെടുത്തിട്ട് കുഴിയിൽ ഇത് മൂടിയതായിട്ടാണ് അന്നേരം ഇവിടെ വന്നിരുന്നവരൊക്കെ പറഞ്ഞത്. ഇവരെ ബന്ധുക്കളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. കുഴി മൂടി ആ കുഴിയിൽ നിന്ന് തന്നെ ഒരു മമ്മട്ടിയൊക്കെ അവർ കാണിച്ചു തന്നിരുന്നു. കുഴിയിൽ അധികം ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് കുറച്ച് മണ്ണിട്ടിരുന്നു, ആ മണ്ണാണ് ഇവിടെ കോരിയിട്ടിരിക്കുന്നത്. അങ്ങനെ കൈകൊണ്ട് തന്നെ കോരിയെടുക്കുക കോരിയെടുക്കുന്നതായിട്ടാണ്. ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലും ബാക്കി കാര്യങ്ങൾ കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ വെണ്ണല സെൻറ്റ് മാത്യൂസ് ചർച്ച് റോഡിൽ നെടിയാറ്റിൽ വീട്ടിൽ പ്രദീപ് ആണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടതാണ് എന്നും കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് പ്രദീപ് മാധ്യമങ്ങളോടും പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇദ്ദേഹം മദ്യപിച്ചു കഴിഞ്ഞാൽ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കൊക്കെ ശല്യമാണ് എന്നാണ് ഇവിടെ നിന്നും നമുക്ക് ചോദിച്ചറിഞ്ഞതിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ കൗൺസിലറും അവിടുത്തെ അയൽവാസികളും എല്ലാം ഈ വീടിൻ്റെ മുറ്റത്തുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവരോടൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിൽ വരുന്ന മണിക്കൂറുകളിലുള്ള അന്വേഷണത്തിൽ നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ, കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ മുറ്റത്താണ് മൃതദേഹം മറവ് ചെയ്തിരുന്നപ്പോഴും ഈ മൃതദേഹത്തിൻ്റെ കൈകാലുകളുടെ വിരലുകളെല്ലാം പുറത്ത് കാണുന്ന രീതിയിലായിരുന്നു. അധികം താഴെ അല്ലാതെ ഉള്ള ഒരു ചെറിയ കുഴിയിലാണ് അദ്ദേഹം നീളത്തിൽ ചെറിയ കുഴിയെടുത്തിട്ട് മൃതദേഹം മറവ് ചെയ്തിരുന്നത്. ഈ വെള്ള തുണി കെട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇപ്പോൾ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം അമ്മയെ കുഴിച്ചിടാനായിട്ട് എടുത്ത കുഴി. അപ്പോൾ അധികം താഴെ അല്ലാതെയാണ് ഈ കുഴി അദ്ദേഹം എടുത്തിരിക്കുന്നത്.
ഉന്നത പോലീസ് അധികാരികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നതിന് മുൻപിലായിട്ടുള്ള ഈ കയറ് കെട്ടി തിരിച്ചിരിക്കുന്ന ഭാഗത്താണ് ഇദ്ദേഹം അമ്മയെ മറവ് ചെയ്തത്. രാവിലെ 6:30 മണിയോടെയായിരുന്നു ഈ സംഭവം. ബാക്കി വിവരങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ അറിയാൻ കഴിയുന്നുള്ളൂ.